ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പം നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ആ എടുക്കുന്ന വ്ളോഗിന് ഞാൻ ഇൻട്രോ കൊടുക്കാൻ മറന്നുപോയി. ശരിക്കും അത് ഞാൻ വേറെ രീതിക്കാണ് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അത് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതിന് ഇൻട്രോ കൊടുക്കാൻ മറന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇൻട്രോ കൊടുക്കുകയാണ്. അത് ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ അറ്റ്ലാന്റിസിൻ്റെ ഉള്ളിൽ ഒരു അക്വേറിയം ഉണ്ട്. ആ അക്വേറിയം കാണാൻ പോയ വീഡിയോ ആണ്. ഈ ദുബായ് മോളിലുള്ള അക്വേറിയം പോലെ തന്നെ അത്രയും വലുതല്ലെങ്കിലും അതിൻ്റെ അതിൻ്റെ നേരെ ചെറുതെന്ന് വേണമെങ്കിൽ പറയാം. അതിന് അത്യാവശ്യം വലുതാണ് ആ അക്വേറിയം. ദുബായ് മോളിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ അക്വേറിയം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ അക്വേറിയം വരിക. എന്തായാലും അടിപൊളി അക്വേറിയമാണ്. അപ്പോൾ അതിലെ വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ ഞാൻ കുറേ സംസാരിച്ച് കോളാക്കണമൊന്നുമില്ല, നിങ്ങളതൊക്കെ കണ്ടിട്ട് വാ. അത്രക്കും നല്ല രസമുള്ള, നമുക്ക് എന്താ പറയുക, അടുത്തുനിന്ന് കാണുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല വൃത്തിക്ക്. അതിൽ പല ടൈപ്പ് ഫിഷുകളുണ്ട്. മീൻസ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ പോയാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും എടുക്കാനൊന്നും നമുക്ക് തോന്നില്ല. ആ മീനുകൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നല്ല രസമാണ്. അതിലും പല തരത്തിലുള്ള ഫിഷുകളുണ്ടായതുകൊണ്ട് നമുക്ക് അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളെ അക്വേറിയം വിശേഷങ്ങളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടും, അതേപോലെ ഒരു ഡിസ്പ്ലേക്ക് കുറേ ടൈഗർ ഷാർക്ക്, അതിൻ്റെ ടീത്ത്, അങ്ങനെ കുറേ ഡിസ്പ്ലേക്ക് വെക്കലും, അങ്ങനെ കുറേ ഫിഷുകളുണ്ട്. അങ്ങനെ അത് കാണിക്കുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. ശരിക്കും ഇതിനൊരു പ്രോപ്പർ ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എത്ര നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാനൊരു ഇൻട്രോ കൊടുക്കാം, അതാവുമ്പം ഇൻട്രോ കിട്ടും ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതെനിക്കൊരു സന്തോഷമാണ്. ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണുന്നവരോടും സബ്സ്ക്രൈബ് ചെയ്തവർ ഇത് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ്സ് ഇടുക. ഇനി എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നുള്ളത്. ദുബായ് സീരീസ് എനിക്ക് തോന്നുന്നത് ഇത് ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. ഞാൻ തിരിച്ച് വരുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് തിരിച്ച് വരുന്ന വീഡിയോ എടുക്കാത്ത, നമ്മൾ ഫാമിലി ട്രിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ 2 ദിവസത്തത് അവിടുത്തെ മെയിനായിട്ട് കാണിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കി മൊത്തം നമ്മൾ എൻജോയ് ചെയ്യുന്നു. ഇൻഷാ അല്ലാ ഇനി എന്തെങ്കിലും നമ്മൾ ദുബായ് പോവുകയാണെങ്കിൽ വിശദമായി വീഡിയോ എടുക്കുക. ഈ ഒരു ഇതെന്താ വെച്ചാൽ, മെയിനായിട്ട് നമ്മളെല്ലാവരും കൂടി എല്ലാവരും കൂടെ ട്രിപ്പ് പോയിട്ടില്ല, അങ്ങനെ പോയ ഒരു ഇതായിരുന്നു. അപ്പം ആ 2 ദിവസം നമുക്ക് മെയിനായിട്ട് അവിടെ കാണിക്കാനുള്ളത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതെന്നാ ലാസ്റ്റ് ദുബായ് ട്രിപ്പിൻ്റെ വീഡിയോ. ആൻഡ് നമ്മൾ ബൊഫേൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ, മീൻസ് ജസ്റ്റ് ബൊഫേ കാണിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും, എന്നാൽ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇത് ലാസ്റ്റ് ദുബായ് വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ തിരിച്ച് വരുന്നത് വീഡിയോ ഇരുന്നത് ഒന്നാമത് നമ്മൾ പെട്ടെന്ന് തിരക്കിലായിരുന്നു, പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആവലും അങ്ങനെ എന്തെല്ലോ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരുന്നത് പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. സോ നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരും. ഇത് അത്യാവശ്യം കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, കാരണം ഇത് നമ്മൾ അക്വേറിയം ഓരോ സൈഡിലുള്ളതൊക്കെ നമ്മൾ വീഡിയോ എടുത്തതാണ്. അപ്പം പിന്നെ കുറച്ചധികം ലോങ് ആയിരിക്കും. പക്ഷേ ഈ മീനുകളെ ഈ അക്വേറിയം കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടമാവും. ഇഷ്ടമില്ലാത്തവരും ഇതൊന്ന് കണ്ടു നോക്കുക, ചിലപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാവും. നല്ല രസമാണ് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചേരുമ്പോൾ. ഞാൻ അതിൽ സംസാരിച്ച് കൊളാക്കുന്നൊന്നുമില്ല, നിങ്ങൾ കണ്ടിട്ട് വാ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അക്വേറിയം വരുന്നത്. പക്ഷേ ഞാൻ സംസാരിക്കില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ഭാഗത്ത് ഞാൻ സംസാരിക്കാം. അക്വേറിയം ദുബായ് മോളേക്കാളും അത്ര ലാർജസ്റ്റ് വണ്ണല്ലെങ്കിലും നേരെ താഴത്താണെന്ന എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല. ഇതിൽ നമ്മൾ കണ്ടതുമായിട്ടുള്ള കുറേ ഫിഷുകളുണ്ട്. ആൻഡ് താഴെ കുറേ എണ്ണമുണ്ട്, മേലെ കുറേ എണ്ണമുണ്ട്. താഴേക്കൊക്കെ എടുക്കുന്നതിന് ചിലതിന് എന്താ പറയുക, നമ്മൾ വിചാരിക്കും ജീവൻ പോലും ഇല്ലെന്ന്. അത്രയും ജീവനൊക്കെ ഉണ്ട്, കണക്കിടക്ക് എടുക്കാറുണ്ട്. ആൻഡ്
ഇത് ശരിക്കും അടിപൊളിയാണ്. ഞാനിപ്പോൾ ഈ ഫോക്കസ് ചെയ്യുന്ന ഈ കുറച്ച് വാല് നീളമുള്ള ഈ ഫിഷ് ഫോട്ടോക്ക് ചിരിച്ചു തരും കേട്ടോ. അത് നമ്മൾ കണ്ടത് ഏതോ ഒരു ആൾ ലേഡി ഇതേപോലെ ഫോട്ടോ എടുത്തപ്പം ആ ഫോട്ടോക്ക് ചിരിച്ചു കൊടുത്ത്. ആൻഡ് സ്നേക്ക് ഫിഷ് ഉണ്ട്, പല തരത്തിലുള്ള ഫിഷ് ഉണ്ട്. അത് ഞാനിതിൽ പറഞ്ഞാൽ മീൻസ് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഭംഗി പോവും. നിങ്ങളെന്നെ കണ്ട് ആസ്വദിച്ച് നിൽക്കൂ.
വന്നിട്ട് നമ്മളെ ലോബ്സ്റ്ററിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയമാണ് കേട്ടോ. ഇതിൽ അവർക്ക് വേണ്ടിയിട്ട് അതേ സെറ്റപ്പിൽ അതേ ലൈറ്റിലൊക്കെ കൊടുത്തിട്ട് സംഭവം നല്ല രസമുണ്ടായിരുന്നു. അവർ ചെയ്ത ഓരോ സെറ്റപ്പും നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ മൊത്തത്തിൽ ലോബ്സ്റ്ററും അങ്ങനത്തെ ഐറ്റംസ് ആയിട്ടുള്ള എന്തെല്ലോ ഉണ്ട്. എനിക്കതിൻ്റെ മൊത്തത്തിൽ പേരൊന്നും അറിയില്ല. ആൻഡ് പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മ്യൂസിയം പോലെ ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ്. ഇത് എന്തോ ഒരു സാധനമാണ്, ഇതിൻ്റെ പേരെന്താണെന്നും എനിക്കറിയില്ല. ആൻഡ് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ പിക്ചേഴ്സും നല്ല രസമുണ്ട് കാണാൻ. ഓരോ ഫിഷിനെ കാണാനും നല്ല രസമുണ്ട്. ഇതൊക്കെ കണ്ടു ഭയങ്കര കുഞ്ഞായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ കാണാൻ. ആൻഡ് ഇതിൻ്റെ കൂടെ കുറേ ആൻറ്റിക് സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് ഒരു നമുക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു മ്യൂസിയം ടച്ച് തോന്നും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണുള്ളത്. ആൻഡ് ഇതിൻ്റെ നടുവിൽ ഈ സാധനത്തിൻ്റെ അടിയിലും ഒരു പോണ്ട് പോലെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലും ഫിഷ് ഉണ്ട്. ഈ സാധനത്തിൻ്റെ ഉള്ളിലും ഫിഷിനെ വെച്ചിട്ടുണ്ട്. ഇതിലത്തെ ഫിഷ് അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് കാണാനൊന്നും പറ്റുന്നില്ല. ചെറിയ ഫിഷ് അവിടെ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലീനിമോൾ അവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കുറേ 2 മനുഷ്യന്മാരും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഒരു മ്യൂസിയം സെറ്റപ്പ്. ഈ സൈഡിൽ വന്നിട്ട് ഉള്ളത് ഈ ടൈഗർ ഷാർക്കിൻ്റെ ടീത്ത്, അതേപോലെ വേറെ ഏതെല്ലോ ഫിഷിൻ്റെ ടീത്താണ് കാണിക്കുന്നത്. അതിൻ്റെ ഷാർപ്പ് എന്തോരുണ്ടെന്ന് നല്ല ഷാർപ്പാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ ടച്ച് ചെയ്ത് നോക്കി, നല്ല ഷാർപ്പുണ്ട്. ഇത് ടൈഗർ ഷാർക്കിൻ്റെ ആണ്. ആൻഡ് ഇതിൻ്റെ പേരെന്തേനു, എൻ്റെ പേരെന്താണെന്ന് ഓർമ്മയില്ല. ഇത് ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു. അതാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ടച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. നല്ല ഷാർപ്പുണ്ട്. ഇവരെ വയലൊക്കെ നമ്മളെ കൈ തട്ടിയാൽ നല്ല വേദന. ഇതൊരു മുള്ളുമ്മൽ തട്ടുന്ന പോലെ ഇതിൻ്റെ ഷാർപ്പ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ പോകും. ഇവിടെ ഇങ്ങനെ കുറേ ലൈറ്റും സെറ്റപ്പും ഞാൻ പറഞ്ഞില്ല, ഒരു മ്യൂസിയത്തിൽ പോയി കാണുന്ന പോലെ. എന്നാൽ അതിൻ്റെ ഉള്ളിൽ അക്വേറിയത്ത് അതിൻ്റെ ഉള്ളിൽ കുറേ ഫിഷ് ഉണ്ട്. ഇത് വന്നിട്ട് സ്നേക്ക് ഫിഷാണ്. അതിന് വേണ്ടി ചെയ്ത സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ മാളം പോലൊക്കെ ഇങ്ങനെ കൂട് പോലൊക്കെയാണ് ഇതിന് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് അനങ്ങുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേറെ കൂട്ടിലേക്ക് പോകണതൊന്നും കണ്ടില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ആളിങ്ങനെ കളിക്കുകയാണ്. എല്ലാ ഓട്ടൻ്റെ ഉള്ളിലും മീൻസ് ഹോളിൻ്റെ ഉള്ളിലും പാമ്പുണ്ട്, സ്നേക്ക് ഫിഷ് ഉണ്ട്, എല്ലാത്തിൻ്റെയും. ആൻഡ് ഇതിൻ്റെ കൂടെ ഈ കുഞ്ഞ് ഫിഷുകൾ ഇട്ടെടുത്താണ്. ഇത് അവർ കഴിക്കുമോ ഇതൊന്നും അറിയില്ല, ബട്ട് അതിൻ്റെ കൂടെ കുഞ്ഞ് ഫിഷിനെ ഇട്ടെടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ വന്നിട്ട് ഇതിൽ എല്ലാത്തിലും ഓരോ പലതരം ഫിഷുകളാണ്. ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതിനെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഞാൻ കുറേ നേരം സത്യം പറഞ്ഞത് നോക്കി നിന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ സംഭവം. ഈ ഫിഷിനെ കാണാൻ നല്ല രസമുണ്ട്. ആൻഡ് പിന്നെയും അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇതേപോലെ കുഞ്ഞു നല്ല കുറച്ച് ഭംഗിയായിട്ടുള്ള അക്വേറിയം പോലെ അതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഇതേപോലെ നല്ല ഭംഗിയുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ പേര് ഇത് നേരത്തെ കണ്ടതിൻ്റെ വേറൊരു വേർഷൻ പോലെയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു എന്താ പറയുക, കുറച്ച് നടന്ന് കാണാനുള്ളൊരു സ്ഥലം പോലെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ബോറടിക്കില്ല. എല്ലാ കാറ്റഗറി ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു സെറ്റപ്പാണ്. ഇതിനകത്തും വലിയ ഫിഷുകൾ. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ട് വരും.
വിശേഷങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം എന്താ പറയുക, ഞാൻ ഓരോ വീഡിയോസ് ഇപ്പം എന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തോടെ ഇതാണ് എൻ്റെ ലാസ്റ്റ് ദുബായ് വ്ളോഗ്. നിങ്ങൾക്ക് അവിടുത്തെ ബൊഫേ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ അതായിരിക്കും മേ ബി ലാസ്റ്റ്. എന്തായാലും ഇതന്നെ ആയിരിക്കും ലാസ്റ്റ് വീഡിയോ. ഇനി അങ്ങോട്ട് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും. നല്ല രസമുള്ള വ്ളോഗ്സൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ നാളെ തന്നെ വരാം. സോ ബൈ.